നമ്മളിന്ന് നമ്മളെ കെട്ടുങ്ങല് അമീതാക്കാൻ്റെ കൂട്ടിലാണുള്ളത്. അമീതാക്കാൻ്റെ കുറച്ച് പ്രാവുകളി കൂട് നമ്മളൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അമീതാക്ക നമ്മൾ സ്കൂളിൽ പഠിക്കണ കാലത്തെ പ്രാവിൻ്റെ കില്ലാടിയാണ്. പിന്നെ കുറച്ച് കാലം പ്രാവ് നാട്ടിൽ നിർത്തി ഗൾഫിൽ പോയി വന്നതാണ്. ഇപ്പോൾ പ്രാവിനോട് 2ാം വട്ടം ക്രൈസായി വന്ന ആളാണ്. 15 മണിക്കൂർ കറക്റ്റ് ഞാൻ 10ാം ക്ലാസ് പഠിക്കും അമീതാക്ക പ്രാവിനെ പറത്തിച്ചിരിക്കുന്നു. 15 മണിക്കൂർ. ഇപ്പോൾ ഒരു എത്ര കൊല്ലം അമീതാക്ക? ഒരു 7 കൊല്ലായി. അന്നൊന്നും നമ്മളവിടെ പ്രാവ് അത്ര ഒന്നും ആർക്കും പറഞ്ഞത് അറിയില്ല. അങ്ങനെ സംഭവം തന്നെ ആർക്കും അറിയില്ല. അന്നത്തെ ഡോണാണ്. നമുക്ക് ഇനി അമീതാക്കാൻ്റെ പ്രാവളെ കാണാം. ഇതാണ് നമ്മളെ VKC അമീദ് കെട്ടുങ്ങല്. ഇതാണ് നമ്മളെ ഡോണി, പ്രാവ് ഡോണി. ഇനി പ്രാവിനെ കാണിച്ചു. ആ പറഞ്ഞ പ്രാവൊന്നും ഇല്ല ഇവിടെ ഉണ്ടാ? ആ പറഞ്ഞ പ്രാവ് ഇവിടെ ഉണ്ടാ? ഇതിലിപ്പോ അന്ന് പറഞ്ഞ പ്രാവത്തിൽ ലൈന് പ്രാവ് ഏതെങ്കിലും കണ്ടോ? ഫുള്ള് എല്ലാ പ്രാവും ഒന്നാ 15 സംതിങ് പറഞ്ഞ പ്രാവത്തിൽ ലൈൻ തന്നെയാണ് എല്ലാ പ്രാവും. നമുക്കൊന്ന് ജസ്റ്റ് കണ്ടാലോ? എന്നാ പ്രാവിനൊന്ന് കാണിച്ചു. നമ്മള് ഫുള്ള് ഒരു ഭാഗം കട്ട് ചെയ്ത് ക്ലിയർ ഇതാണ്. ഇതിലങ്ങനെ ഫോർസിൽ മതിയാവാ. ഈ പ്രാവ് 2017-ലും 2018-ലും പറന്ന പ്രാവാണ്. 13 മണിക്കൂറിന് മേലെ 5 പറവായിരുന്നു ഈ പ്രാവ്. ഇതുണ്ടോ പറന്ന പ്രാവ് പറഞ്ഞ ഒരു പ്രാവ്? ഇതിപ്പോ ബ്രീഡിംഗ് അല്ലേ? മെയിൻ സെറ്റത്തെ ഒരു പ്രാവ് സെറ്റ്. അത് ഈ ഒരു സെറ്റിന്റെ മെയിൻ സെറ്റ്. അതിന്റെ പേടല്ലേ അത്? ആ പ്രാവളം കാണിക്കോ? അതിന്റെ കുട്ടികളാണ്. ആ ജോഡിയുടെ കുട്ടികളാണ്. ഇത് ഫുള്ളായിട്ട് കുട്ടികളാ? ഈ സെറ്റിലെ കുട്ടികളാട്ടോ മേലെ കാണിച്ച് ഫുള്ള്. ഇതാണ് പേരൻസ്. ആ ഇതിലിപ്പോ ഏതെങ്കിലും പ്രാവ് സെയിലുണ്ടോ? സെയിലൊന്നുമില്ല. ഞാൻ കുട്ടി എടുക്കാൻ തുടങ്ങിയുള്ളൂ. ഇപ്പൊ ഒരു സ്ഥലത്ത് കൊടുത്തിക്കണ്, 1-2 സ്ഥലത്ത് കൊടുത്തിക്കണ്. റിസൾട്ട് ഒന്നും ആയിട്ടില്ല. ടൈം ആകണുള്ളൂ അല്ലേ? ഇതിപ്പോ വേറെ പേരാ? ഇതാണ് വേറൊരു ജോലി. വലിയ പ്രാവല്ലേ? പ്രായം ഉണ്ടല്ലേ? നല്ല ആ കുഴപ്പമില്ല. യാമ്പ്രാവ് നാഗപട്ടണം പ്രാവ്. ഇതതിന്റെ കുട്ടിയാവൂലേ? ഇതിന്റെ പ്രാവ് പറക്കുണ്ടോ? ഞാൻ പറപ്പിച്ചു വലിയ സമയം പറഞ്ഞു. അതിന് പറയാൻ പറ്റില്ല. പ്രാവ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ പ്രാവശ്യം അതിലൊരു കുട്ടി ഉണ്ടായി. അത് 2 പറഞ്ഞു. കാറ്റും മയത്തൊക്കെ മിസ്സായത്. അവിടുന്ന് എന്താ ലോഫ്റ്റ് ഒഴിവാക്കി? സമയമില്ല. പരിപാടിയൊക്കെ തുടങ്ങിയത്. അതിന് പറപ്പിക്കാനുള്ള സമയം കാര്യങ്ങളൊന്നുമില്ല. ഇതെന്നെ നോക്കാൻ കഴിയില്ല. ഇതിന് മെയിലിപ്പോ നാഗപ്പട്ടണം അല്ലേ? നാഗപ്പട്ടണം. ആ കുട്ടികൾ ഫുള്ള് ഫീമെയിലാ? ഒരു ഫീമെയിലും 2 മെയിലും. 2 മെയിലും അല്ലേ? ആ പ്രാവളൊന്ന് കാണിച്ചാ? ഇതൊക്കെ ഇതിന്റെ കുട്ടികളല്ലേ? ഇതാണ് പേര് ജോഡി. ആ ഒരു ജോഡി. ആമ്പ്രാവ് നാഗപ്പട്ടണം പ്രാവാണ്. ആമ്പ്രാവ് നാഗപ്പട്ടണം. തിരൂരിന്ന് കുഞ്ഞുട്ടി തന്നാണ്. കുഞ്ഞുട്ടി. ഈ തിരൂരിലുള്ള കുഞ്ഞുട്ടി എല്ലാവർക്കും അങ്ങനെ എന്ത് പേര് പറഞ്ഞാലും അറിയില്ലേ?
പറന്ന് ഈ പ്രാവ് എത്ര പറഞ്ഞതാ? ഏത് ഈ പ്രാവ് പറപ്പിക്കാതെ കട്ട് ചെയ്തിട്ട പ്രാവ്. ആ ഈ പ്രാവ് ഫീമെയില് ഇത് പറപ്പിച്ചോ അവിടെ? വലിയ പ്രാവിന്റെ ഫസ്റ്റത്തെ കുട്ടിയാണ്. ആ എന്നാ പറഞ്ഞിട്ടേ. ആ ആ ആ ഓക്കെ ശരി. ഓക്കെ. ആ ഈ പ്രാവ് 2 കൊല്ലം മുന്നേ പറപ്പിച്ചിട്ട് 8 മണിക്കൊക്കെ ഇട്ടിട്ട് പ്രാവ് എങ്ങനെ വിട്ടാലും നേരം വെളുത്തിട്ട് ഇറങ്ങുള്ളൂ. ഈ പ്രാവ് പകലിന് സിമ്പിളായി രാത്രിക്ക് കയറി നിൽക്കും. ആ നേരം രാവിലെ പ്രാവ് ഇറങ്ങുള്ളൂ. ആ ഇപ്പൊ വിട്ട പറവൊക്കെ രാവിലെ തന്നെ പ്രാവ് ഇറങ്ങുള്ളൂ. പറവൊക്കെ 3000 ശേഷം. അപ്പൊ നല്ലൊരു ഭാവി ഉണ്ടായിനി ഈ പ്രാവിന്. ആ പിന്നെ അവിടുന്ന് കൂടെ പോലെ പരിയിലല്ലേ. ഈ പ്രാവ് 11 മണിക്ക് തെങ്ങുമ്പോൾ പോയിരിക്കും. ഈ 2 പ്രാവിന് ടൈമായി കൊടുക്കുന്നത്. ഇത് 11 മണിക്ക് ഫസ്റ്റിലെ അവിടെ തെങ്ങുമ്പോൾ പോയിരിക്കും. രാത്രി 11 മണിക്ക് തെങ്ങുമ്പോൾ രാവിലെ ഈ പ്രാവ് എണീറ്റ് വരുമ്പോൾ 2 കൂടി ഒരുമിച്ച് ഇറങ്ങിയത്. ഈ പ്രാവ് ഇത് ഫീമെയിലാ? ഇത് ഫീമെയിലാണ്. എത്തിയെടുക്കാനായില്ല. ആ അതേ കുട്ടിയൊക്കെ എടുത്തു. ഇതിന്റെ കുട്ടികൾ ഈ പ്രാവശ്യം പറഞ്ഞു വെള്ളം അവിടെ പഞ്ചിലോട് പറപ്പിച്ചിട്ട് ഈ പ്രാവാണ് പറപ്പിക്കാതെ പറപ്പിക്കാതെ കട്ട് ചെയ്തിട്ട പ്രാവ്. പ്രാവൊക്കെ പ്രായമായ പോലെ ആയില്ലേ കാണാൻ? ഇത് അതിനൊക്കെ വയസ്സൊന്നുമില്ല. ഇത് ആ പ്രാവൊക്കെ പ്രായമായിരുന്നു. കൺപോളൊക്കെ പെട്ടെന്ന് ഫേസ് കട്ട് മാറൂലേ? ഈ പ്രാവ് ഇതിന്റെ വലിയൊരു ആൺപ്രാവാണ്. അത്ര വയസ്സൊന്നും ഒരു 6 വയസ്സുണ്ടാവുള്ളൂ. 6 വയസ്സുണ്ട്. 7 വയസ്സ്. പക്ഷെ കരുവിഞ്ചപ്പം ഒരു ചെറുതിലെ അരണ്ട് വന്ന പ്രാവ്. മരുന്നൊന്നും കൊടുത്തു നോക്കിയില്ല കരുവില്ലാത്തിന്? ഒന്നും കൊടുത്തിട്ടില്ല. നോക്കണം, അതിന് ടൈം കിട്ടിയിട്ടില്ല. ഇത് മെനക്കെടാനുള്ള ഇതിന്റെ കുട്ടികളെ കാണിച്ചു തരാൻ. അന്ന് ബ്രീഡ് ചെയ്തല്ലേ? അമിതാക്കപ്പ ഈ പ്രാവിന്റെ കുട്ടികളെടുക്കല്ലേ? കുട്ടികളെടുക്കല്ലേ ഇതിന്റെ കുട്ടികളെടുക്കല്ലേ? ആ പ്രാവിന്റെ ആ കുട്ടികളില്ലേ മക്കളത്? അതിന്റെ ഫീമെയിൽ ചത്ത്. ഇതിൽ ഈ മെയിലിന് ബൂട്ടുണ്ടല്ലോ. ആ ബൂട്ടാ ജോഡി വരൂല? അതിന്റെ കുട്ടികൾക്കും വരും. ചെറുതായിട്ട് ബൂട്ട് എടുക്കണ പ്രോബ്ലം അല്ലേ? ഇത് മെയിൽ തന്നെയല്ലേ? ഒരു മെയിലുണ്ട്. റിംഗ് ഉള്ള പ്രാവ്. ഈ ധാരപ്രാവ് നാഗപട്ടണം ടച്ചുണ്ടോ? ഇല്ല. ചിറക് വെട്ടി. ഇതാണ് നമ്മളെ മെയിനായിട്ടുള്ള വേറൊരു ആൺപ്രാവ്. ഒക്കെ ഒരു ലൈനായിട്ട് ഇപ്പൊ കണ്ട പ്രാക്കളൊക്കെ അതിനെ നല്ലപോലെ പിടിച്ചാൽ അതൊന്ന് കാണിച്ചു കൊടുക്കാൻ. എല്ലാ പ്രാവും ഒരു ലൈനല്ലേ? ഇപ്പൊ വിട്ട എല്ലാ പ്രാക്കളും ലൈനൊക്കെ ഒന്ന് തന്നെയാണ്. സെയിം ആണ്. ആ പ്രായം ഇതിന്റെ ഫീമെയിലാ? അതിന്റെ കുട്ടിയാണ്. അതിന്റെ കുട്ടിയാണല്ലേ ഇത്? കുട്ടികൾ എല്ലാ പ്രാവിന്റെ കണ്ണും ഡാർക്കാണല്ലോ അല്ലേ? സൈസുള്ള പ്രാവ് അച്ഛന്, മറ്റേത് അതിന്റെ കുട്ടിയാണ് അല്ലേ? ആ പ്രാവിന്റെ കുട്ടികളാണിത്. നല്ലപോലെ പിടിച്ചാൽ ഇതൊക്കെ ഏട്ടത്തേനെ ഇതില്ല ഫീമെയിലല്ലേ രണ്ടും? ചെറിയ പ്രാവള ഒരേ ബ്ലഡ് ലൈൻ ആയതുകൊണ്ട് ഷോർട്ടായിട്ട് വരില്ലേ. ഈ പ്രാക്കളത്തിൽ നീളം കുറഞ്ഞ പുറത്ത് പ്രാവ് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ലൈനൊന്നും ജോഡിടാൻ പറ്റൂല എന്നർത്ഥം. ഇവരെ ഇനി ഇടാൻ പറ്റൂല. അവിടെ നിങ്ങൾ കിട്ടി ഇതേത് ലൈന പ്രാവേ? ഇരുമ്പ നല്ലപോലെ പിടിച്ചാൽ പ്രാവേ. സബ്ജി അല്ലേ? ഇരുമ്പൻ ഇതൊക്കെ ഇരുമ്പ് ഗുല്ലന്നെയാണ്. ഗുൽദാർ അടിപ്പല്ലേ? ഈ പ്രാവശ്യം നല്ല കറുത്ത അടിപ്പുണ്ടല്ലോ അല്ലേ മേത്ത്? ഇരുമ്പന്മാര് എന്താ പറവൊക്കെ പാടി? ഭയങ്കര പറവാണ്. ഇത് ലൈനാ? ഇരുമ്പനാണ്. അവൻ നന്തോട്ടന്റെ ഇരുമ്പുണ്ടായിരുന്നു. അതങ്ങനെ കുഞ്ഞന്മാരിട്ടില്ല. എപ്പോഴാണ് ഞാൻ കുട്ടിയെടുത്ത് ഈ പ്രായം 15 വയസ്സ് പ്രായം. ആണ്ടങ്ങനെ മതി.
മനസ്സിലാ പ്രായം ആ ഇവിടെ ഇപ്പോൾ കൊടുക്കാൻ പ്രാവൊന്നുമില്ലല്ലോ. ഇപ്പൊ കൊടുക്കാൻ പ്രായം ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ അത് വേറെ ടീം കൊടുക്കുന്നുണ്ട്. കൊണ്ടുപോയില്ല. നമ്മളെ കേരളത്തിൽ നിന്ന് ഇവിടുന്ന് പല സ്ഥലത്തും പ്രാവിനെ ആൾ കൊണ്ടുപോയില്ല. ഇല്ല, ഞാൻ സെയിൽ ഉണ്ടാക്കി സെയിലില്ല, സെയിൽ ചെയ്തു. ഇപ്പോഴാണ് ഞാൻ കുത്തിയിട്ട് ഈ പ്രാവശ്യം ഞാൻ 1-2 ആൾക്കാരെ കൊടുത്തിട്ടുള്ളൂ. പറപ്പിക്കാൻ മാത്രം. ഇവിടെ യൂത്ത് പ്രാവശ്യം വിൽപ്പന ഇല്ല. വലിയ പ്രാവുകളൊന്നും ഇതുവരെ വിറ്റിട്ടില്ല. വിജയറാവ് അതുകൊണ്ട് വിജയറാവ് കൂടെ ഞാൻ നിൽക്കുന്നത് കൊടുക്കാത്തത്. ആ, അപ്പൊ ക്രൈസിന്റെ പുറത്ത് മാത്രം നിർത്തിയാണ്. ഇങ്ങനെ നമ്മൾ ആ ഒരു പഴയ പ്രാവ് എന്നുള്ള രീതിയിൽ നിർത്തുന്നതാണ്. പഴയ പ്രാവ് എന്നുള്ള ലെവലിൽ പ്രാവിനെ ഇങ്ങനെ നോക്കുകയാണ് സംഭവം. കുട്ടികളും ഇങ്ങനെ കാര്യമായിട്ട് എടുക്കുന്നില്ല. പിന്നെ നമ്മൾ വേണ്ടപ്പെട്ടവർക്ക് കുറിച്ചിട്ട് കൊടുക്കുന്നില്ല. നിങ്ങളിപ്പോൾ വന്നിട്ട് ഇപ്പോൾ എത്രയായി? 5-6 ദിവസമായി. 6 മാസമായി. എത്ര കൊല്ലം ഇപ്പോൾ അവിടെ നിന്ന്? അവിടെ ഒരു 3-4 പ്രാവ് പറഞ്ഞിട്ട് ഇപ്പോൾ എത്ര കൊല്ലമായി പറഞ്ഞ്? 8 കൊല്ലം. 2018, 19, 20 ലാസ്റ്റ് 22 തോന്നുന്നു. ലാസ്റ്റ് അന്ന് 14 ബസ് 52 ഒറ്റ തോന്നുന്നു. 14 ബസ് 10 പൈസ കിട്ടി. അന്ന് 15 മണിക്കൂർ പറഞ്ഞത് ഏത് വർഷമാണ്? 2018. 2018 15 മണിക്കൂർ പ്രാവ് പറഞ്ഞത്. അപ്പോൾ ഇനി അടുത്ത വീടായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം.